വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഇന്നത്തെ ദിനവും നമുക്ക് ആരംഭിക്കാം സൂപ്പർ നോട്ട്സിലൂടെ. ഈ ഒരു ദിവസം നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് PSC മത്സര പരീക്ഷകളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ ആക്റ്റീവ് പാസീവ് എന്ന മേഖലയിൽ നിന്നും ഒരു ചെറിയൊരു പോർഷനാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. PSC മത്സര പരീക്ഷകളിൽ ആക്റ്റീവ് പാസീവ് എന്ന ടോപ്പിക്കിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. മിക്കവാറും ഒക്കെ പരീക്ഷകളിൽ അത് 10th ലെവലാവട്ടെ, +2 ലെവലാവട്ടെ, ഡിഗ്രി ലെവൽ എക്സാമുകളാവട്ടെ, ഒട്ടുമിക്ക പരീക്ഷകളിലും ഈ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം നമ്മൾ ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഈ ആക്റ്റീവ് പാസീവ് എന്ന ഈ ഒരു ടോപ്പിക്കിലെ ഒരു ചെറിയ പോർഷൻ, അതായത് വില്ലോ ഷോളോ കഴിഞ്ഞ് ബേസ് ഫോം വരുന്ന അല്ലെങ്കിൽ മൊഡാൽ ഓക്സിലറി കഴിഞ്ഞ് ബേസ് ഫോം വരുന്ന ഒരു സെൻറ്റൻസിനെ എങ്ങനെ പാസീവ് ആക്കണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ വില്ലും ഷോളിനും പകരം മറ്റ് മൊഡാൽ ഓക്സിലറീസും ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് ചോദ്യപേപ്പറുകളിൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പഠിക്കുന്ന ഐറ്റം നിങ്ങൾ ഓർക്കുക, മൊഡാൽ ഓക്സിലറിയും ബേസ് ഫോമും. ഇതിനെ നമ്മൾ എങ്ങനെ പാസീവ് ആക്കും? വില്ലും ഷോളും മൊഡാൽ ഓക്സിലറിയാണ്. അതോടൊപ്പം ആകെ 13 മൊഡാൽ ഓക്സിലറി ഉണ്ട്. ഇതിലേത് വേണോ ഈ ചോദ്യത്തിൽ കടന്നു വരാം. അതുകൊണ്ട് മൊഡാൽ ഓക്സിലറിയും ബേസ് ഫോമും വരുന്ന ഒരു സെൻറ്റൻസിനെ നമുക്ക് എങ്ങനെയാണ് പാസീവിലേക്ക് മാറ്റേണ്ടത് എന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ആ മൊഡാൽ ഓക്സിലറീസിനൊന്ന് പരിചയപ്പെടാം. വിൽ വുഡ്, ഷാൾ ഷുഡ്, ക്യാൻ കുഡ്, മേ മൈറ്റ്, യൂസ്ഡ് ടു, ought to, must, need, dare. ഇവയാണ് മൊഡാൽ ഓക്സിലറീസ്. ഇവയും ഇവയോടൊപ്പം ഒരു ബേസ് ഫോമും. ഇങ്ങനെ തന്നിട്ട് അതിനെ പാസീവിലേക്ക് മാറ്റാൻ പറയും. ആ സന്ദർഭത്തിൽ നമ്മൾ ഇതിനെ എങ്ങനെ പാസീവ് ആക്കണം? വളരെ ഈസിയാണ്, വളരെ ഈസിയാണ്. അപ്പോൾ ഒന്നുകൂടി മൊഡാൽ ഓക്സിലറീസിനെ കുറിച്ച് പറയുന്നു. വിൽ വുഡ്, ഷാൾ ഷുഡ്, ക്യാൻ കുഡ്, മേ മൈറ്റ്, യൂസ്ഡ് ടു, ought to, must, need, dare. ഇവ തന്ന് ഇവയോടൊപ്പം ഒരു ബേസ് ഫോമും തന്ന് ഇതിനെ പാസീവിലേക്ക് മാറ്റാൻ പറയും. അത്തരം സന്ദർഭങ്ങളിൽ ഇതിനെ എങ്ങനെ പാസീവ് ആക്കണം? ദേ നോക്കിയേ, ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ആകെ പഠിക്കുന്നത് ഇത്ര മാത്രം. പ്രൊനൗണുകളുടെ 2 വ്യത്യസ്ത രൂപങ്ങൾ, സബ്ജക്റ്റീവ് പ്രൊനൗണും ഒബ്ജക്റ്റീവ് പ്രൊനൗണും. ഇത് നിങ്ങൾക്ക് നന്നായിട്ട് അറിവുള്ള കാര്യം തന്നെയാണ്. എന്നാലും നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഇതൊന്നുകൂടി പറഞ്ഞു തരുന്നു. സബ്ജക്റ്റീവ് പ്രൊനൗൺ. ആരൊക്കെയാണ് സബ്ജക്റ്റീവ് പ്രൊനൗൺ? 7 പേരുണ്ട്. ഒന്ന് ഐ. നിങ്ങൾക്ക് കണ്ടും കേട്ടും പരിചിതമായ കുറച്ച് കാര്യങ്ങൾ. ഐ. രണ്ടാമത് വി. മൂന്നാമത് നോക്കുക യു. നാലാമത് ഹി. അഞ്ചാമത് ഷീ. ആറാമത് ഇറ്റ്. ഏഴാമത് ദേ. അപ്പോൾ സബ്ജക്റ്റീവ് പ്രൊനൗൺ എന്ന് പറയുമ്പോൾ ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ. ശ്രദ്ധിക്കുക, ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ. ഒന്നുകൂടി, ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ. ഇവയാണ് സബ്ജക്റ്റീവ് പ്രൊനൗൺ. ഒരു സെന്റൻസിൽ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരുന്ന പ്രൊനൗൺ എന്ന് വച്ചാൽ ഇവയെ നമ്മൾ ഒരു സെന്റൻസിൽ സബ്ജക്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവയുടെ തന്നെ ഓബ്ജക്റ്റ് രൂപമാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഐയുടെ ഓബ്ജക്റ്റ് രൂപം എന്ന് പറയുന്നത് മീ ആണ്. വിയുടെ ഓബ്ജക്റ്റ് രൂപം എന്ന് പറയുന്നത് അത് അസ് ആണ്. യുവിൻ്റെ സബ്ജക്റ്റ് രൂപവും ഓബ്ജക്റ്റ് രൂപവും ഒന്ന് തന്നെ. ഹിയുടെ ഓബ്ജക്റ്റ് രൂപം ഹിം ആണ്. ഷീയുടെ ഓബ്ജക്റ്റ് രൂപം ഹെർ ആണ്. ഇറ്റിൻ്റെ സബ്ജക്റ്റ് രൂപവും ഓബ്ജക്റ്റ് രൂപവും ഇറ്റ് തന്നെ. ദേയുടെ ഓബ്ജക്റ്റ് രൂപം ദം ആണ്. അപ്പോൾ ഐയെ ഓബ്ജക്റ്റ് ആക്കിയാൽ എന്ത് സംഭവിക്കും? അത് മീ ആയിട്ട് മാറും. വിയെ ഓബ്ജക്റ്റ് ആക്കിയാൽ എന്ത് സംഭവിക്കും? അത് അസ് ആയിട്ട് മാറും. യുവിനെ ഓബ്ജക്റ്റ് ആക്കിയാൽ ഒരു മാറ്റവും ഇല്ല, അത് യു ആയി തന്നെ നിൽക്കും. ഹിയെ ഓബ്ജക്റ്റ് ആക്കിയാൽ അത് ഹിം ആവും. ഷീയെ ഓബ്ജക്റ്റ് ആക്കിയാൽ അത് ഹെർ ആവും. ഇറ്റിനെ
ഓബ്ജക്റ്റ് ആക്കിയാൽ ഒരു മാറ്റവും ഇല്ല, ഇറ്റ് തന്നെ. ദേയെ ഓബ്ജക്റ്റ് ആക്കിയാൽ അത് ദമ്മാവും. ഒരു പാലം ഇടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ, തിരിച്ചും പഠിക്കണം. മീയെ സബ്ജക്റ്റ് ആക്കിയാൽ എന്താവും? മീയെ എപ്പോൾ സബ്ജക്റ്റ് ആക്കിയാലും അത് ഐ ആവും. അസിനെ സബ്ജക്റ്റ് ആക്കിയാൽ അത് വി ആകും. യുവിനെ സബ്ജക്റ്റ് ആക്കിയാൽ അത് യു തന്നെ. ഹിമ്മിനെ എപ്പോഴാണോ സബ്ജക്റ്റ് ആക്കുന്നത് അപ്പോൾ അത് ഹി ആയിട്ട് മാറും. ഹെറിനെ എപ്പോഴാണോ സബ്ജക്റ്റ് ആക്കുന്നത് അപ്പോൾ അത് ഷീ ആയിട്ട് മാറും. ഇറ്റിനെ സബ്ജക്റ്റ് ആക്കിയാൽ അത് ഇറ്റ് തന്നെയാണ്. ദെമ്മിനെ എപ്പോഴാണോ സബ്ജക്റ്റ് ആക്കുന്നത് അപ്പോൾ അത് ദേ ആയിട്ട് മാറും. അപ്പോൾ പ്രോനൗണുകളുടെ സബ്ജക്റ്റ് രൂപവും ഓബ്ജക്റ്റ് രൂപവും പഠിച്ചു കഴിഞ്ഞു. ഐയുടെ ഓബ്ജക്റ്റ് രൂപം മീ ആണെങ്കിൽ, വിയുടേത് അസ് ആണെങ്കിൽ, യുവിൻ്റെ സബ്ജക്റ്റ് രൂപവും ഓബ്ജക്റ്റ് രൂപവും യു തന്നെയാണെങ്കിൽ, ഹീയുടെ ഓബ്ജക്റ്റ് രൂപം ഹിം ആണെങ്കിൽ, ഷീയുടെ ഓബ്ജക്റ്റ് രൂപം ഹെർ ആണെങ്കിൽ, ഇറ്റിൻ്റെ സബ്ജക്റ്റ് രൂപവും ഓബ്ജക്റ്റ് രൂപവും എന്ത് തന്നെയാണ്? ഇറ്റ് തന്നെയാണ്. ദേയുടെ ഓബ്ജക്റ്റ് രൂപം എന്ന് പറയുന്നത് ദം ആണ്. സ്വാഭാവികമായും ഇവിടെ വരാൻ സാധ്യതയുള്ള ഒരു സംശയമുണ്ട്. യു കാണുമ്പോൾ അത് സബ്ജക്റ്റ് ആണോ ഓബ്ജക്റ്റ് ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയും? അതേ സംശയം ഇറ്റിന്റെ കാര്യത്തിലും സംഭവിക്കാം. ഇറ്റ് കാണുമ്പോൾ ഇത് സബ്ജക്റ്റ് ആണോ ഓബ്ജക്റ്റ് ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയും? പേടിക്കേ വേണ്ട. സെന്റൻസിനകത്ത് വെർബ് ഉണ്ടാകും. വെർബിന് മുമ്പാണ് നിങ്ങൾ യു കാണുന്നതെങ്കിൽ അത് സബ്ജക്റ്റ്, വെർബിന് ശേഷമാണ് യു വരുന്നതെങ്കിൽ അത് ഓബ്ജക്റ്റ്. ഇതേ കാര്യം തന്നെ ഇറ്റിന്റെ കാര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാം. വെർബിന് മുമ്പാണ് ഇറ്റ് വരുന്നതെങ്കിൽ ആ ഇറ്റിനെ സബ്ജക്റ്റ് ആയിട്ടും, ഒരു വെർബിന് ശേഷമാണ് നിങ്ങൾ ഇറ്റ് കാണുന്നതെങ്കിൽ ആ ഇറ്റിനെ ഓബ്ജക്റ്റ് ആയിട്ടും പരിഗണിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിച്ചത് 13 മൊഡാൽ ഓക്സിലറീസ്, പിന്നെ പ്രൊനൗണുകളുടെ സബ്ജക്റ്റ് രൂപവും ഓബ്ജക്റ്റ് രൂപവും. മൊഡാൽ ഓക്സിലറിയും ബേസ് ഫോമും വരുന്ന ഒരു സെന്റൻസിനെ, ഓക്കെ, മൊഡാൽ ഓക്സിലറീസും ബേസ് ഫോമും വരുന്ന ഒരു സെന്റൻസിനെ എങ്ങനെ പാസീവ് ആക്കണം എന്നുള്ളതാണ് ഈ ഒരു ഏരിയയിലൂടെ നമ്മൾ പഠിച്ചു പോകുന്നത്. അപ്പോൾ മത്സര പരീക്ഷകളിൽ വളരെ പ്രധാനപ്പെട്ടതാണിത്. നോക്കുക, വിൽ ഷോൾ പ്ലസ് ബേസ് ഫോം. വിൽ ഷോൾ പ്ലസ് ബേസ് ഫോം എന്ന് വെച്ചാൽ വില്ലും ഷോളും മൊഡാൽ ഓക്സിലറീസ് ആണ്. അതുകൊണ്ട് തന്നെ മൊഡാൽ ഓക്സിലറിയും ബേസ് ഫോമും വരുന്ന ഒരു സെന്റൻസിനെ പാസീവ് ആക്കണം. നോക്കാം, ആദ്യ ചോദ്യം, ഹി വിൽ ഇൻട്രൊഡ്യൂസ് ദ ലെസൺ. ഇങ്ങനെ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം കിട്ടിയാൽ ഇതിനെ എങ്ങനെയാണ് നമ്മൾ പാസീവ് ആക്കേണ്ടത്? നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, ഈ സെന്റൻസിനകത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കുക. ഇപ്പം നമ്മൾ പഠിച്ചതേ ഉള്ളൂ ഹി. സെന്റൻസ് ആരംഭിച്ചിരിക്കുന്നത് ഹി കൊണ്ടല്ലേ? അങ്ങനെയെങ്കിൽ ആ തുടക്കത്തിലിരിക്കുന്നത് നമ്മുടെ സബ്ജക്റ്റ് ആണ് എന്ന് മനസ്സിലാക്കാം. ഇവിടെ ഹി എന്ന് പറയുന്നത് ഈ സെന്റൻസിലെ സബ്ജക്റ്റ് ആണ്. ദെൻ നോക്കുക, വിൽ. വിൽ നിങ്ങൾക്കറിയാം, അതൊരു മൊഡാൽ ഓക്സിലറി ആണ്. അപ്പോൾ അവിടെ നമ്മൾ മൊഡാൽ ഓക്സിലറി എന്നൊന്ന് നോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു. മൊഡാൽ ഓക്സിലറിയോടൊപ്പം ഒരു ബേസ് ഫോമും ഉണ്ടാവും. അപ്പോൾ ഈ ഇരിക്കുന്ന ഇൻട്രൊഡ്യൂസിനെ നമ്മൾ ബേസ് ഫോമായിട്ട് പരിഗണിക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി കാണും. അപ്പോൾ ഇത് നമ്മുടെ ബേസ് ഫോം. ഇനി അത് കഴിഞ്ഞാൽ ദ ലെസൺ എന്നുള്ളത് വെർബിന് ശേഷം വരുന്നത് നമ്മുടെ ഓബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ നോക്കുക, സെന്റൻസിനകത്ത് എന്തൊക്കെയുണ്ട്? ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഒരു മൊഡാൽ ഓക്സിലറി ഉണ്ട്, ഒരു ബേസ് ഫോം ഉണ്ട്, ഓബ്ജക്റ്റ് ഉണ്ട്. ഇതാണ് സെന്റൻസിന്റെ പാറ്റേൺ. ഇതിനെയാണ് നമുക്ക് പാസീവിലേക്ക് കൺവെർട്ട് ചെയ്യേണ്ടത്. വേറൊന്നുമില്ല, ദേ ഒരൊറ്റ മിനിറ്റ് ഇത് നമ്മൾ പഠിച്ചു കഴിയും. സബ്ജക്റ്റിന് പകരമായിട്ട് ഓബ്ജക്റ്റ് കൊണ്ടുവന്ന് എഴുതുക. ഞാൻ പറയുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക, സബ്ജക്റ്റിന് പകരമായിട്ട് ഓബ്ജക്റ്റ് കൊണ്ടുവന്ന് എഴുതുക എന്ന് വെച്ചാൽ സബ്ജക്റ്റിന്റെ അതേ പൊസിഷനിൽ ഓബ്ജക്റ്റ് കൊണ്ടുവന്ന് എഴുതുക. ഇവിടെയാണല്ലോ സബ്ജക്റ്റ് ഇരിക്കുന്നത്, അതേ പൊസിഷനിൽ ഓബ്ജക്റ്റ് കൊണ്ടുവന്ന് വയ്ക്കുക. ദ ലെസൺ. എന്ത് നിസ്സാരമെന്ന് നോക്കിയേ. ദെൻ തൊട്ടടുത്ത മൊഡാൽ ഓക്സിലറിയുടെ പൊസിഷൻ അതേപോലെ മൊഡാൽ ഓക്സിലറിക്ക് പകരം മൊഡാൽ ഓക്സിലറി തന്നെ കൊടുക്കുക. വിൽ. എന്തെളുപ്പം നോക്കി, സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ സബ്ജക്റ്റിന് പകരം ഓബ്ജക്റ്റ് കൊടുക്കുക. മൊഡാൽ ഓക്സിലറിക്ക് പകരം അതേപോലെ എടുത്തു കൊടുക്കുക. ഇനി ബേസ് ഫോം. ഈ ബേസ് ഫോമിന് പകരം എന്തു കൊടുക്കണം? ഇതാണ് ഇവിടുത്തെ മർമ്മപ്രധാനമായ ഭാഗം.
ഈ സെന്റൻസിൽ ആ ബേസ് ഫോമിനെയാണ് നമ്മൾ പാസീവിലേക്ക് മാറ്റാൻ പോകുന്നത്. ആ ബേസ് ഫോമിന് പകരം എന്തെഴുതണമെന്ന് ചോദിച്ചാൽ ബി ചേർത്ത് ബേസ് ഫോമിനെ V3 ആക്കി മാറ്റുക. അതായത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ബേസ് ഫോം ഇൻട്രഡ്യൂസ് എന്നാണ്. അതിന് മുമ്പ് ബി ചേർത്തുകൊണ്ട് V3 എഴുതുക. ഇവിടുത്തെ ഇൻട്രഡ്യൂസ് ബി ചേർന്ന് V3യിലേക്ക് മാറും. ഇൻട്രഡ്യൂസ്ഡ്. യഥാർത്ഥത്തിൽ സെന്റൻസ് പാസീവായി കഴിഞ്ഞു. ഈ V3 എത്തുമ്പോൾ തന്നെ ഇത് പാസീവായി കഴിയും. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓബ്ജക്റ്റിന്റെ സ്ഥാനത്ത് തിരികെ സബ്ജക്റ്റിനെ കൊണ്ടുവരിക. ഈ ഓബ്ജക്റ്റിന് പകരം സബ്ജക്റ്റ് എഴുതുക. ഹീയുടെ ഓബ്ജക്റ്റ് രൂപം നേരത്തെ പറഞ്ഞതാണ്. ഹി എപ്പോൾ ഓബ്ജക്റ്റ് ആയാലും അത് ഹിമ്മായി മാറും. അവിടെ നമ്മൾ ഒരു ബൈ കൂടി ചേർത്തുകൊണ്ട് ബൈ ഹിമ്മാക്കി എഴുതും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആൻസർ കിട്ടും. ദ ലെസൺ വിൽ ബി ഇൻട്രഡ്യൂസ്ഡ് ബൈ ഹിം. നിങ്ങൾക്കിത് മനസ്സിലായി കാണും. അപ്പോൾ നമ്മൾ ചെയ്ത കാര്യം വേറൊന്നുമില്ല. ഒന്നുകൂടി ഒന്ന് നോക്കുക. നമ്മുടെ മുന്നിൽ ഒരു സെന്റൻസ് കിട്ടി. അതിനെ നമുക്ക് പാസീവിലേക്ക് മാറ്റണം. നമ്മൾ ചെയ്യേണ്ടത് സെന്റൻസിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കുക. നോക്കുമ്പോൾ അറിയാം സെന്റൻസ് ഹീ കൊണ്ടാണ് ആരംഭിച്ചിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട. ഒരു സെന്റൻസ് ഹീ കൊണ്ട് ആരംഭിച്ചാൽ അതവിടുത്തെ സബ്ജക്റ്റ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്കറിയാം വിൽ എന്ന് കാണുന്നു. വിൽ ആരാ? മൊഡാൽ ഓക്സിലറീസ്. 13 മൊഡാൽ ഓക്സിലറീസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, യൂസ്ഡ് ടു, ഓട്ട് ടു, മസ്റ്റ്, നീഡ്, ഡെയർ പല തവണ പറഞ്ഞതാണ്. അപ്പോൾ ആ വിൽ എന്നുള്ളത് മൊഡാൽ ഓക്സിലറി. മൊഡാൽ ഓക്സിലറി കഴിഞ്ഞ് ഒരു വെർബ് തന്നിരിക്കുന്നു. അത് ബേസ് ഫോം ആയിരിക്കും. അങ്ങനെ നമ്മൾ മൊഡാൽ ഓക്സിലറി പ്ലസ് ബേസ് ഫോം എന്ന തിരിച്ചറിവിലേക്ക് എത്തുന്നു. വെർബ് കഴിഞ്ഞ് വരുന്നത് ഓബ്ജക്റ്റും. അങ്ങനെ ഈ സെന്റൻസിലുള്ളത് ഒരു സബ്ജക്റ്റ്, ഒരു മൊഡാൽ ഓക്സിലറി, ഒരു ബേസ് ഫോം, ഒരു ഓബ്ജക്റ്റ്. ഇനി ഇതിനെ പാസീവാക്കുന്നു. ഒന്നും ചെയ്യാനില്ല, ഇത്ര മാത്രം. സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് ഓബ്ജക്റ്റിനെ കൊണ്ടുവരിക. അങ്ങനെ ഇവിടെ നമുക്ക് ദ ലെസൺ എന്ന് കിട്ടും. വളരെ നിസ്സാരമായി തന്നെ എഴുതി നമുക്ക് മാർക്ക് ഒപ്പിക്കാൻ പറ്റും. ദെൻ മൊഡാൽ ഓക്സിലറിയുടെ പൊസിഷൻ അതേപോലെ നിലനിർത്തുക. ഇങ്ങനെ നമ്മളിവിടെ വില്ലിന് പകരം വിൽ തന്നെ എഴുതുന്നു. ദെൻ ബേസ് ഫോം. ബേസ് ഫോമിനെ നേരെ എടുത്ത് B+V3യിലേക്ക് മാറ്റുക. ബേസ് ഫോമിന് പകരം B+V3 എഴുതുക. അങ്ങനെ നമുക്കിവിടെ കിട്ടും ബി ഇൻട്രഡ്യൂസ്ഡ്. എന്തെളുപ്പം നോക്കിയേ, എന്തെളുപ്പം. ഇനി വേറെ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ഇപ്പൊ തന്നെ ഇത് പാസീവായി കഴിഞ്ഞു. നമുക്കിനി ഒരു കാര്യം കൂടി ചെയ്താൽ മതി. ഓബ്ജക്റ്റിന് പകരം സബ്ജക്റ്റ് കൊണ്ടുവരിക. ഈ ഓബ്ജക്റ്റിന് പകരം സബ്ജക്റ്റ് കൊണ്ടുവരുമ്പോൾ ഹീയുടെ ഓബ്ജക്റ്റ് രൂപത്തിലേക്ക് എഴുതി കൊടുക്കുക. ഹീയുടെ ഓബ്ജക്റ്റ് രൂപം ഹിമ്മാണ്. അത് ബൈ ചേർത്ത് ബൈ ഹിമ്മാക്കി എഴുതുക. അങ്ങനെ ഈ സെന്റൻസ് പൂർണ്ണമായും പാസീവിലേക്ക് മാറിക്കഴിഞ്ഞു. ഇനി ഒരു മത്സര പരീക്ഷയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മൊഡാൽ ഓക്സിലറിയും ബേസ് ഫോമും തന്നാൽ എങ്ങനെ പാസീവ് ആക്കണമെന്നറിയാം. ഓക്കെ, ഇനി നമ്മൾ വെറുതെ പ്രാക്ടീസിന് വേണ്ടി കുറച്ച് ചോദ്യങ്ങൾ കൂടി ചെയ്ത് നമ്മൾ ഈ ഒരു സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കും. ഓക്കെ, അടുത്ത ചോദ്യം ഒന്ന് നോക്കുക. വളരെ വേഗം, ഒറ്റ നോട്ടത്തിൽ, എഴുതിപ്പോലും നോക്കാതെ, ചോദ്യം ഇങ്ങനെ നോക്കിയിട്ട് ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കണ്ടെത്താം. ഈ സെന്റൻസിനെ നമുക്ക് എങ്ങനെ പാസീവിലേക്ക് മാറ്റാം? ചോദ്യത്തിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കുക. ഓരോന്നിനും പകരം എന്ത് കൊടുക്കണം എന്ന് നോക്കുക. കൃത്യമായി ഒരു കൺഫ്യൂഷനും ഇല്ലാതെ നിങ്ങൾക്ക് ഉത്തരത്തിലെത്താൻ സാധിക്കും. ഒരു ആശങ്കയുടെയും ആവശ്യമില്ല. നോക്കുക, ഇവിടെ ഞാൻ ആൻസറിലേക്ക് പോകുന്നു. ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കുമ്പോൾ ആദ്യം നമുക്ക് മനസ്സിലാവും ദേ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. നേരത്തെ നമ്മൾ സബ്ജക്റ്റീവ് പ്രൊനൗൺ പഠിച്ചതാണ്. ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ ഐയും വിയും യുവും ഹീയും ഷീയും ഇറ്റും ദേയും ഒക്കെ കണ്ടാൽ, അല്ലെങ്കിൽ വെർബിന് മുമ്പ് ഇവരെ കണ്ടാൽ നമുക്കറിയാം ഇത് സബ്ജക്റ്റിന്റെ പൊസിഷനിലാണ്. ഓക്കെ, അങ്ങനെ നമുക്കിവിടെ ദേ സബ്ജക്റ്റ് എന്നറിയാം. വിൽ എന്ന് പറയുന്നത് മൊഡാൽ ഓക്സിലറി എന്നറിയാം. അതിലിനി നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. മൊഡാൽ ഓക്സിലറി കഴിഞ്ഞാൽ വെർബ് ഉണ്ടാവും. ആ വെർബ് എന്ന് പറയുന്നത് ബേസ് ഫോം ആയിരിക്കും. അതിലും സംശയമില്ല. വെർബ് കഴിഞ്ഞ് വരുന്ന
ഭാഗം എന്ന് പറയുന്നത് ഓബ്ജക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ 4 പേരെ കിട്ടി. ഒരു സബ്ജക്റ്റ്, ഒരു മൊഡാൽ ഓക്സിലറി, ഒരു ബേസ് ഫോം, ഒരു ഓബ്ജക്റ്റ്. ഇനി ഇവരുടെ പകരക്കാരെ മാത്രം കണ്ടെത്തിയാൽ മതി. സബ്ജക്റ്റിന്റെ പകരക്കാരനാരാ? അത് ഓബ്ജക്റ്റ് ആണ്. ഇവിടെ എഴുതും ദ തിയേറ്റർ. ഓക്കെ, പൊസിഷനുകൾ മാറരുത്, അത് അതേപോലെ കൊടുക്കുക. രണ്ടാമത് മൊഡാൽ ഓക്സിലറി, അവന് പകരക്കാരനെ ഇവിടെ വേണോ? അവനെ നമുക്ക് അതേപോലെ നിലനിർത്താം. വിൽ. ബേസ് ഫോമിന് പകരം ബി ചേർത്ത് V3 എഴുതണം. അങ്ങനെ എഴുതും ബി പെയിന്റഡ്. ഓക്കെ, സിമ്പിൾ അല്ലേടാ. ഇനി ഓബ്ജക്റ്റിന്റെ പകരക്കാരനെ കൊടുത്താൽ നമ്മുടെ പണി പൂർത്തിയായി. ഓബ്ജക്റ്റിന്റെ പകരക്കാരനാരാ? അത് സബ്ജക്റ്റ് ആണ്. ദേ ഇവിടേക്ക് വരും ഓബ്ജക്റ്റിന്റെ രൂപത്തിൽ. ദേയുടെ ഓബ്ജക്റ്റ് രൂപം എന്ന് പറയുന്നത് ആരാ? അത് ദമ്മാണ്. അത് നമ്മൾ ബൈ ചേർത്തുകൊണ്ട് ബൈ ദമ്മാക്കി എഴുതും. അങ്ങനെ ഈ സെന്റൻസിന്റെ പാസീവ് നമുക്ക് കിട്ടും. ദ തിയേറ്റർ വിൽ ബി പെയിന്റഡ് ബൈ ദം. എന്ത് എളുപ്പം നോക്കി. മത്സര പരീക്ഷകളിൽ ഒരു മാർക്ക് കിട്ടാൻ ഇതിനപ്പുറം എന്താ വേണ്ടേ? ദേ നോക്കി, അടുത്ത ചോദ്യം വളരെ വളരെ സിമ്പിളായി തന്നെ നമുക്ക് ഉത്തരത്തിലെത്താം. ദേ ക്യാൻ ഡു ഇറ്റ്. ഇതിന്റെ പാസീവ് നമുക്കൊന്ന് വേണം. എടാ, വളരെ നിസ്സാരമായി നിങ്ങൾക്ക് ഇതിൻ്റെയും ഉത്തരം കണ്ടെത്താം. ദേ ക്യാൻ ഡു ഇറ്റ്. എങ്ങനെ നമുക്ക് ഉത്തരത്തിലെത്താം? വളരെ വേഗം ആൻസറിലേക്ക് എത്തിയേ. വളരെ വേഗം ആൻസറിലേക്ക് എത്തിയേ. അപ്പോ നിങ്ങൾക്കിത് ചോദ്യം കണ്ട മാത്രയിൽ തന്നെ ഇതിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. അപ്പം ഞാൻ ഇതിൻ്റെ ആൻസർ പറയുന്നു, നോക്കുക. ഇവിടെ ആദ്യം നമ്മൾ എന്തൊക്കെയുണ്ടെന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം. ദേ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. ക്യാൻ എന്ന് പറയുന്ന മൊഡാൽ ഓക്സിലറി ഉണ്ട്. ക്യാനിന് ശേഷം ഡു എന്ന ബേസ് ഫോം ഓഫ് ദ വെർബ് ഉണ്ട്. അതിനുശേഷം ഓബ്ജക്റ്റും. 4 പേരുണ്ട് അല്ലേ? ഒരു സബ്ജക്റ്റ്, ഒരു മൊഡാൽ ഓക്സിലറി, ഒരു ബേസ് ഫോം, ഒരു ഓബ്ജക്റ്റ്. പാസീവ് വേണ്ടേ? വേണം. സബ്ജക്റ്റിന് പകരം ഓബ്ജക്റ്റ്. ഇറ്റ് ഇപ്പുറത്ത് വരുമ്പോൾ ഇറ്റ് തന്നെ. മൊഡാൽ ഓക്സിലറിക്ക് മൊഡാൽ ഓക്സിലറി അങ്ങനെ കൊടുക്കും ക്യാൻ. ബേസ് ഫോമിന് പകരം ബി പ്ലസ് V3. ബി എഴുതുന്നു, V3 എഴുതുന്നു. ആരാ V3? ഡൺ ആണ് V3. അങ്ങനെ എഴുതും ബി ഡൺ. ഓക്കെ, ഇറ്റിന് പകരം, അതായത് ഓബ്ജക്റ്റിന് പകരം സബ്ജക്റ്റ്. ദേ ഇപ്പുറത്ത് വരുമ്പോൾ ബൈദം. എന്തെളുപ്പം നോക്കിയേ, എന്താ ബുദ്ധിമുട്ട്? അപ്പൊ ഇവിടെയും നമുക്ക് ആൻസർ കിട്ടി. ഇറ്റ് ക്യാൻ ബി ഡൺ ബൈ ദം. സിമ്പിൾ അല്ലേ? അടുത്ത ചോദ്യം, വെറുതെ നിങ്ങൾക്ക് കുറെ പ്രാക്ടീസിന് വേണ്ടി കുറെ ചോദ്യം, ഓരോ ചോദ്യം ചെയ്യും തോറും നിങ്ങൾക്ക് ക്ലാരിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. ഇത് നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞുകൊണ്ടേയിരിക്കും. നാളൊരു കാലത്ത് പരീക്ഷയ്ക്ക് ഒരു ചോദ്യം കിട്ടിയാൽ ഓപ്ഷൻ കാണുന്ന മാത്രയിൽ തന്നെ കൃത്യമായി ഉത്തരത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് കഴിയും. ഹി മൈറ്റ് ഫിക്സ് ദ റെഫ്രിജറേറ്റർ. ഈ ചോദ്യത്തിനെ ഒന്ന് പാസീവിലേക്ക് മാറ്റി. എന്താ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടും ഇല്ല, സിമ്പിളായി എഴുതാം. ഹി മൈറ്റ് ഫിക്സ് ദ റെഫ്രിജറേറ്റർ. ആൻസറിലേക്ക് വാ, വളരെ വേഗം വാ. നോക്കിയേ, നേരത്തെ പോലെ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കുക. ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഹി. മൈറ്റ് മൊഡാൽ ഓക്സിലറി. വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ് അവിടെ കിട്ടും. അത് മൊഡാൽ ഓക്സിലറി. മൊഡാൽ ഓക്സിലറി കഴിഞ്ഞാൽ കൂടെ ഒരു വെർബ് ഉണ്ടാകും. ആ വെർബ് എന്ന് പറയുന്നത് ബേസ് ഫോം ആയിരിക്കും. വെർബ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മുടെ ഓബ്ജക്റ്റ്. ഓക്കെ, സബ്ജക്റ്റിന്റെ പകരക്കാരനെ കൊണ്ടുവന്ന് കൊടുക്കുക. അത് നമ്മുടെ ഓബ്ജക്റ്റ് ആയിരിക്കും, ദ റെഫ്രിജറേറ്റർ. ഓക്കെ, കിട്ടി. മൊഡാൽ ഓക്സിലറിക്ക് മൊഡാൽ ഓക്സിലറി പകരക്കാരനായി കൊടുക്കുക മൈറ്റ്. ബേസ് ഫോമിന് പകരം ബി പ്ലസ് V3. അങ്ങനെ ഫിക്സ് എന്താവും? ബി ഫിക്സ്ഡ് എന്നാവും. ഓക്കെ, ഇനി ഓബ്ജക്റ്റിന് പകരക്കാരനെ കൂടി വെച്ചാൽ സംഭവം കഴിഞ്ഞു. ഓബ്ജക്റ്റിന്റെ പകരക്കാരൻ? അത് സബ്ജക്റ്റ്. ഹി ഇപ്പുറത്ത് വരുമ്പോൾ ഹിമ്മാവും. എന്ത് ചേർത്ത് വയ്ക്കും? ബൈ ചേർത്ത് വയ്ക്കും. അങ്ങനെ കിട്ടും ആൻസർ. ദ റെഫ്രിജറേറ്റർ മൈറ്റ് ബി ഫിക്സ്ഡ് ബൈ ഹിം. 5ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. വളരെ വേഗം എഴുതിയേ.
ഇന്നത്തെ സുപ്രഭാതവും നമ്മളിങ്ങനെ 1 മാർക്ക് നേടിക്കൊണ്ട് ആരംഭിക്കും അല്ലെ? ഇന്നത്തെ ദിവസം ഒരു ആശങ്കയും ഇല്ലാതെ ഒരു മത്സര പരീക്ഷയിൽ ഇനി ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിയാൽ, ഇങ്ങനെ ഒരു മോഡലിൽ ഒരു ചോദ്യം കിട്ടിയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടി വരില്ല. ഓക്കെ, ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്കുൾപ്പെടെ ചോദിച്ചു വരുന്ന ഒരു ചോദ്യ മോഡലാണിത്. പഴയ മുൻകാല ചോദ്യ പേപ്പറുകൾ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയ്ക്കും മെയിൻ എക്സാമിനും ഉൾപ്പെടെ നിരവധി പരീക്ഷകളിൽ നിങ്ങൾക്ക് ഇത് ചോദിച്ച് കണ്ടിട്ടുള്ളത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ 5ാമത്തെ ചോദ്യം നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കാണും. ഞാൻ എന്തായാലും അതിൻ്റെ ആൻസർ പറയുന്നു. ദേ നോക്കിയേ, ഷീക്ക് പകരം നമ്മൾ ആരെ കൊടുക്കും? ദ വയലിൻ എന്ന് കൊടുക്കും. ഓക്കെ, ക്യാനു പകരം നമ്മൾ ആരെ കൊടുക്കും? നമ്മൾ ക്യാൻ തന്നെ കൊടുക്കും. പ്ലേക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കും? ബി പ്ലേഡ് എന്ന് കൊടുക്കും. പിന്നെ നമുക്ക് ബാക്കിയുള്ളത് ദ വയലിനാണ്. അതിന് പകരം ആരെ കൊടുക്കും? ബൈ ഹെർ കൊടുക്കും. ഓക്കെ, ഓരോന്നിനും പകരമുള്ളത് ആരെന്ന് നിങ്ങൾക്കറിയാം. അത് കൃത്യമായി കൊടുത്തു പോയാൽ ഓർഡറിന് തെറ്റുവരരുത്. ഓരോന്നും കൊടുക്കുന്നത് പകരത്തിനുള്ളത് അതേ പൊസിഷനിൽ കൊടുത്തോളണം. ഓക്കെ, എവിടെയെങ്കിലും ഓർഡർ മാറിപ്പോയാൽ ഉത്തരവും തെറ്റും. അപ്പൊ അത് ഈ ഓർഡർ മാറാതെ ശ്രദ്ധിച്ചോളണം. സബ്ജക്റ്റിന്റെ പൊസിഷനിൽ തന്നെ അതിൻ്റെ പകരക്കാരനെ കൊടുക്കണം. മൊഡാൽ ഓക്സിലറിയുടെ പൊസിഷനിൽ തന്നെ അതിൻ്റെ പകരക്കാരനെ കൊടുക്കണം. ബേസ് ഫോമിന്റെ പകരക്കാരനെ അതേ സ്ഥാനത്ത് തന്നെ കൊടുക്കണം. ഓബ്ജക്റ്റിന്റെ പകരക്കാരനെയും അതേ സ്ഥാനത്ത് തന്നെ കൊടുക്കണം. പൊസിഷൻ മാറരുത്. അപ്പൊ നമ്മുടെ 6ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. നോക്കുക, ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾക്ക് എന്തെഴുതാൻ സാധിക്കും? ഓക്കെ, 10 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാരണം 10ന്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും വച്ചേക്കണത് ഈ ക്ലാസ് കാണുന്ന എൻ്റെ മുഴുവൻ കുട്ടികളും ഇതെന്ത് ചെയ്യണം? കാണാപ്പാഠം പഠിക്കണം. ഒരു കൺഫ്യൂഷനും ഇല്ലാതെ പരീക്ഷയ്ക്ക് ഉത്തരം എഴുതാൻ പറ്റണം. അതിനുവേണ്ടി 10 ചോദ്യം വച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, ഓരോന്ന് നമ്മൾ ചെയ്തു വരുംതോറും നമുക്ക് ഇത് മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ 6ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറയാൻ പോകുന്നു. ഇവിടെ എന്തൊക്കെ ഉണ്ട്? ഇവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, പിന്നെന്തുണ്ട്? ഒരു മൊഡാൽ ഓക്സിലറി ഉണ്ട്. അത് കഴിഞ്ഞാൽ കൂടെ ആരും ഉണ്ടാവും? ഒരു ബേസ് ഫോം ഉണ്ടാവും. ആ ബേസ് ഫോം കഴിഞ്ഞിട്ട് നമ്മുടെ ഓബ്ജക്റ്റിന്റെ പൊസിഷനാണ്. അങ്ങനെ ഓബ്ജക്റ്റും ഇവിടെ ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സെന്റൻസിനെ നമുക്കിനി എന്തിലേക്ക് മാറ്റണം? പാസീവിലേക്ക് മാറ്റണം. എങ്ങനെ മാറ്റും? ഓരോന്നിൻ്റെയും പകരക്കാരനെ വാരി അങ്ങ് കൊടുക്കുക. സബ്ജക്റ്റിന്റെ പകരക്കാരൻ ഓബ്ജക്റ്റ് ആണ്. ഓൾ ലെസൺസ് എഴുതുക. ഓക്കെ, മൊഡാൽ ഓക്സിലറിയുടെ പകരക്കാരൻ അതേ മൊഡാൽ ഓക്സിലറി തന്നെ, അങ്ങനെ കൊടുക്കുന്നു. ഷുഡ്. ഓക്കെ, ഇനി ബേസ് ഫോം എന്ത് ചെയ്യും? ബി പ്ലസ് V3യിലേക്ക് മാറ്റും. അങ്ങനെ ബി സ്റ്റഡീഡ് ആക്കും. ഓക്കെ, ഓബ്ജക്റ്റിന്റെ സ്ഥാനത്ത് തിരികെ സബ്ജക്റ്റ് കൊണ്ടുവന്ന് കൊടുക്കും. ബൈ സ്റ്റുഡൻസ്. ഓക്കെ, അപ്പൊ ഈ മൊഡാൽ ഓക്സിലറീസിൽ ചെറിയ വ്യത്യാസം വരുന്ന ചില ആൾക്കാരുണ്ട്. ഇപ്പൊ ഷോൾ എന്ന മോഡൽ ഓക്സിലറിയില്ലേ, വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ഷാൾ വരുന്നിടത്ത് ചെറിയൊരു ചേഞ്ച് വരും. അത് നമ്മൾ പിന്നീട് ഏതെങ്കിലും ഒരു ക്ലാസ്സിലൂടെ അതും നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, ഇപ്പൊ ഇത് ഇതേപോലെ പഠിച്ചോളുക. ഇപ്പൊ നമ്മളിങ്ങനെ ചേഞ്ച് വരാത്ത ഭാഗമാണ് പഠിച്ചു പോകുന്നത്. ഓക്കെ, വളരെ അപൂർവമായിട്ടേ ചേഞ്ച് വരാറുള്ളൂ. ആ ചേഞ്ചും നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ കിട്ടും. ഓൾ ലെസൺസ് ഷുഡ് ബി സ്റ്റഡീഡ് ബൈ സ്റ്റുഡൻസ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കി. ഷീ വിൽ ഡെലിവർ ദ ലെറ്റേഴ്സ്. ഷീ വിൽ ഡെലിവർ ദ ലെറ്റേഴ്സ്. ഒന്ന് നോക്കുക, ഇതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഓരോ മോഡൽ ചോദ്യങ്ങളും നിങ്ങൾക്ക് പരിചയപ്പെടാം. 10 ചോദ്യങ്ങളിലൂടെ നമ്മളത് പരിചയപ്പെട്ട് കഴിയും. അപ്പൊ ഷീ വിൽ ഡെലിവർ ദ ലെറ്റേഴ്സ്. ഇതിനകത്തും ഇതിനെ പാസീവാക്കാൻ വേറൊന്നുമില്ല. ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കുക. എന്തൊക്കെയുണ്ടെന്ന് നോക്കി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അവിടെ നിന്ന് നമ്മൾ എവിടേക്ക് പോകും? ആൻസറിലേക്ക് പോകും. ഓക്കെ, അപ്പൊ നോക്കുക, ഷീക്ക് പകരം മക്കളെ ആരെ കൊടുക്കണോടാ? നമ്മൾ ദ ലെറ്റേഴ്സ് കൊണ്ടുവന്ന് കൊടുക്കും. ദ ലെറ്റേഴ്സ്. ഓക്കെ,
ആദ്യം ഇതിനകത്ത് എത്ര ഭാഗം ഉണ്ടെന്ന് നോക്കിയാൽ അത് കണ്ട 1 2 3. ഓക്കെ, ഇനി വില്ലിന് പകരം ആരെ കൊടുക്കും? വില്ല് തന്നെ കൊടുക്കും. ഡെലിവറോ? ബി ഡെലിവേർഡ്. ഓക്കെ, ഇനി ദ ലെറ്റേഴ്സിന് പകരം ബൈ ഹർ. നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാവും, നിമിഷ നേരം കൊണ്ട് തന്നെ ആൻസർ കിട്ടും, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ദ ലെറ്റേഴ്സ് വിൽ ബി ഡെലിവേർഡ് ബൈ ഹർ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇനി ഒരു 3 ചോദ്യങ്ങൾ കൂടി അതിനകത്ത് ഇതുവരെ കാണാത്ത വ്യത്യസ്തതയുള്ള ഒരു ചോദ്യവും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, നോക്കുക. അപ്പോ 8ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. 8ാമത്തെ ചോദ്യം, ഇതിന്റെ ആൻസർ ഒന്ന് നോക്കുക. 8ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഒന്ന് നോക്കുക. വളരെ നിസ്സാരമായി തന്നെ ആൻസർ കണ്ടെത്താൻ പറ്റുന്ന ഒരു ചോദ്യ മോഡലാണിത്. അപ്പോൾ ഇത് മൊഡാൽ ഓക്സിലറി നന്നായിട്ട് 13 എണ്ണവും കാണാതെ പഠിച്ച് വയ്ക്കണം. എങ്കിൽ മാത്രമേ പരീക്ഷയ്ക്ക് ചോദ്യ മോഡലുകളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഒന്നും നിസ്സാരമായി കാണരുത്. കുറച്ച് വീതം 13 എണ്ണം പഠിച്ചങ്ങ് തീർക്കുക. അപ്പൊ ഇവിടെ ആദ്യം നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. നോക്കിയിടാം. ദ മാനേജർ എന്ന സബ്ജക്റ്റ്, മസ്റ്റ് എന്ന മൊഡാൽ ഓക്സിലറി, അപ്രൂവ് എന്ന ബേസ് ഫോം, ദ പ്രോജക്റ്റ് എന്ന ഓബ്ജക്റ്റ്. 4 കാര്യങ്ങൾ. 4 പേർക്ക് പകരക്കാരെ കൊടുക്കണം. 4 പേർക്ക് പകരക്കാരെ കൊടുത്തു കഴിയുമ്പോൾ ഇതും പാസീവിലേക്ക് മാറിക്കഴിയും. ആരാണ് സബ്ജക്റ്റിന്റെ പകരക്കാരൻ? ദ പ്രോജക്റ്റ്, അതായത് നമ്മുടെ ഓബ്ജക്റ്റ് ആണ് പകരക്കാരൻ. കൊണ്ടുവന്ന് എഴുതുക ദ പ്രോജക്റ്റ്. മൊഡാൽ ഓക്സിലറി വന്നു, വേറെ ഒന്നും നോക്കാനില്ല, അതേ മൊഡാൽ ഓക്സിലറി എടുത്തങ്ങ് കൊടുക്കുക, മസ്റ്റ്. ഓക്കെ, ബേസ് ഫോമിനെ പാസീവ് ആക്കാൻ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾക്കറിയാം. ബി ചേർത്ത് V3 എഴുതിയാൽ മതി. അപ്പൊ മൊഡാൽ ഓക്സിലറിയും ബേസ് ഫോമും വന്ന ഒരു ചോദ്യം ഇനി കിട്ടിയാൽ നിങ്ങൾക്ക് നിഷ്പ്രയാസം ഉത്തരത്തിലെത്താം. ബി അപ്രൂവ്ഡ്. ഓബ്ജക്റ്റിന്റെ പകരക്കാരൻ അത് സബ്ജക്റ്റ് ആണ്. ബൈ ചേർത്തുകൊണ്ട് ദ മാനേജർ എന്ന് എഴുതി വയ്ക്കുമ്പോൾ ഇതിന്റെ ആൻസറും പൂർത്തിയാവും. ദ പ്രോജക്റ്റ് മസ്റ്റ് ബി അപ്രൂവ്ഡ് ബൈ ദ മാനേജർ. അടുത്ത ചോദ്യത്തിന് ഒരു ചെറിയ വ്യത്യാസമുണ്ട്, വേറൊന്നുമില്ല, അത് നെഗറ്റീവ് എന്നേ ഉള്ളൂ. അപ്പം നമ്മൾ പാസീവ് ആക്കുമ്പോഴും നെഗറ്റീവ് ആക്കി എഴുതും. എവിടെയാണോ നോട്ടുള്ളത് അത് നമ്മളും അതേപോലെ കൊടുക്കുക, പൊസിഷൻ മാറാതെ കൊടുക്കുക, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം നിസ്സാരം. ഒന്ന് നോക്കിയേ, ആൻസർ ഒന്ന് ചെയ്ത് നോക്കി. ഇത്രയും സമയം എന്താണോ ചെയ്ത അത് തന്നെയാണ് ഇവിടെയും, പക്ഷെ ഒരു നോട്ട് വരുന്നു, അതുകൊണ്ട് സെയിം പൊസിഷനിൽ നമ്മളും ഒരു നോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇത്രയുള്ള വ്യത്യാസം, വേറെ വ്യത്യാസം ഒന്നും ഇവിടെ വരാനില്ല. ഓക്കെ, അപ്പൊ നോക്കുക, നിങ്ങൾ ചെയ്ത് കാണും. ആദ്യം നമ്മൾ ഈ സെന്റൻസിനെ പാസീവിലേക്ക് മാറ്റുന്നതിന് മുമ്പ് ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നന്നായിട്ടൊന്ന് നോക്കുക. നോക്കുമ്പോൾ മനസ്സിലാവും ഇതിനകത്ത് ഒരു സബ്ജക്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് വരുന്നത് ക്യാൻ ആണ്, അറിയാം. വിൽ വുഡും ഷാൾ ഷുഡും ക്യാൻ കുഡും മേ മൈറ്റും യൂസ്ഡ് ടുവും ഓട്ട് ടുവും മസ്റ്റും നീഡും ഡെയറും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അത് മൊഡാൽ ഓക്സിലറിയുടെ ഗണത്തിൽപ്പെട്ടവയാണ്. ദെൻ നോട്ട്, സെന്റൻസിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി മാത്രം ഒരു നോട്ട് വെച്ചിരിക്കുന്നു. അറിയാം, മൊഡാൽ ഓക്സിലറി ഒറ്റയ്ക്ക് നിൽക്കാറില്ല, അതിൻ്റെ കൂടെ ഒരു വെർബും വേണം. ആ വെർബ് എന്ന് പറയുന്നത് ബേസ് ഫോം ആയിരിക്കും. ഓക്കെ, വെർബ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഓബ്ജക്റ്റും. ഇതൊക്കെ നമ്മൾ പല തവണ കേട്ട് പരിചയപ്പെട്ടതാണ്. അങ്ങനെ ഇവിടെ ഒരു സബ്ജക്റ്റും ഒരു മൊഡാൽ ഓക്സിലറിയും ഒരു ബേസ് ഫോമും ഒരു ഓബ്ജക്റ്റും ഉണ്ട്. സെന്റൻസിനെ നെഗറ്റീവ് ആക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം ഒരു നോട്ട് വെച്ചിരിക്കുന്നു. അത്രയുള്ളൂ വ്യത്യാസം. ഇനി നമുക്ക് പകരക്കാരെ കൊടുത്താൽ മതി. ആരാണ് സബ്ജക്റ്റിന്റെ പകരക്കാരൻ എന്ന് ചോദിച്ചാൽ ഏത് പാതിരാത്രിയിലും നിങ്ങൾ വിളിച്ചു പറയും അത് ഓബ്ജക്റ്റ് ആണ്. അങ്ങനെ നമ്മൾ ഇവിടെ കൊടുക്കും എ കാർ. മൊഡാൽ ഓക്സിലറി അതേപോലെ നമ്മൾ കൊടുക്കുന്നു, അങ്ങനെ കൊടുത്തു ക്യാൻ. നോട്ട് എവിടെ വരുമോ ആ നോട്ട് നമ്മളും അതേ പൊസിഷനിൽ എഴുതും, നോട്ട്. ബേസ് ഫോം എവിടെ വരുമോ അവിടെയെല്ലാം പാസീവിൽ B+V3 എഴുതും, ബി ഡ്രിവൺ. ഡ്രൈവിന്റെ 3ാമത്തെ രൂപം ഡ്രിവൺ. ഓക്കെ, ഇനി ഓബ്ജക്റ്റിന്റെ സ്ഥാനം. ഇപ്പൊ തന്നെ ഓൾറെഡി ഇതെന്തായി?
പാസീവായി. പക്ഷേ നമ്മളതൊരു ഭംഗിക്ക് വേണ്ടി എന്ന് പൂർത്തിയാക്കാൻ വേണ്ടി ഓബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ആരെ കൊടുത്ത് അവസാനിപ്പിക്കും? സബ്ജക്റ്റിനെ കൊടുത്ത് അവസാനിപ്പിക്കും. ഹി എന്ന സബ്ജക്റ്റ് ഓബ്ജക്റ്റായി മാറുമ്പോൾ അത് ഹിം ആവും. നമ്മൾ അവിടെ ഒരു ബൈ കൂടി ചേർത്തുകൊണ്ട് ബൈ ഹിം ആക്കി എഴുതും. അങ്ങനെ നമുക്ക് ആൻസർ കിട്ടും. എ കാർ കനോട്ട് ബി ഡ്രിവൺ ബൈ ഹിം. ഓക്കെ, അപ്പോൾ നമ്മുടെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ഈ ഒരു ചോദ്യം കൂടി ചെയ്ത് നമ്മൾ ഈ ഭാഗം അവസാനിപ്പിക്കും. നിങ്ങൾക്കിത് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകും എന്ന വിശ്വാസത്തിൽ അടുത്ത ചോദ്യം കൂടി ചെയ്യുക. നോക്കുക, യു ought to help her. എങ്ങനെ എഴുതാം ഇതിൻ്റെ ആൻസർ? യു ought to help her. ഓരോന്നിനും പകരക്കാരെ കൊടുക്കണം. കൊടുക്കുമ്പോൾ എന്തു മാറ്റം വേണം? മാറ്റം ആവശ്യമുള്ളിടത്ത് വരുത്തുക, അല്ലാത്തത് അതേപോലെ എഴുതുക. അപ്പം നോക്കുക, ഞാനിതിൻ്റെ ആൻസറിലേക്ക് പോകുന്നു. ആദ്യം നമ്മൾ ചോദ്യത്തിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കുക. ഒരു യു ഉണ്ട്. ആ യു എന്ന് പറയുന്നത് ഇവിടത്തെ സബ്ജക്റ്റ് ആണ്. കാരണം വെർബിനും മുൻപാണ് യു വന്നിരിക്കുന്നത്. വെർബിന് മുൻപ് വരുന്ന യുവിനെ സബ്ജക്റ്റ് ആയിട്ടും വെർബിന് ശേഷം വരുന്ന യുവിനെ ഓബ്ജക്റ്റ് ആയിട്ടും എടുക്കും. അങ്ങനെ ഇത് സബ്ജക്റ്റ് ആണെന്ന് മനസ്സിലാക്കാം. ought to പഠിച്ചതാണ്. used to ought to ഒക്കെ മൊഡാൽ ഓക്സിലറീസ് ആണ്. മൊഡാൽ ഓക്സിലറി കഴിഞ്ഞാൽ ഒരു വെർബ് കൂടി ഉണ്ടാവും. ആ വെർബ് ബേസ് ഫോം ആയിരിക്കും. ഞാനിത് പറയുന്നത് കേട്ട് കേട്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ ഇത് പതിഞ്ഞു കാണും. വെർബിന് ശേഷം വരുന്നത് ഓബ്ജക്റ്റ്. ഓക്കെ, ഇനി ഇതിൻ്റെ പകരക്കാരെ കൊടുത്താൽ മതി. ആരാ സബ്ജക്റ്റിൻ്റെ പകരക്കാരൻ? ഹെറാണ്. അതായത് ഇവിടുത്തെ ഓബ്ജക്റ്റ് ആണ് സബ്ജക്റ്റിന് പകരമായി വരേണ്ടത്. പഠിച്ചതാണ്. ഹെർ എപ്പോൾ സബ്ജക്റ്റ് ആവുമോ അപ്പോൾ അത് ഷീ ആയി മാറും. നേരത്തെ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ ഡൗട്ട് വരില്ല. നേരത്തെ പല തവണ പറഞ്ഞതാണ്. ഹെർ എപ്പോൾ സബ്ജക്റ്റ് ആയാലും അത് ഷീ ആയിട്ട് മാറും. ഹിം എപ്പോൾ സബ്ജക്റ്റ് ആയാലും അത് ഹീ ആയിട്ട് മാറും. മീ എപ്പോൾ സബ്ജക്റ്റ് ആയാലും അത് ഐ ആയിട്ട് മാറും. അസ് എപ്പോൾ സബ്ജക്റ്റ് ആയാലും അത് വി ആയിട്ട് മാറും. അപ്പൊ ഇവിടെ ഹെർ സബ്ജക്റ്റായി ഷീ ആക്കി നമ്മൾ എഴുതി. ought to വ്യത്യാസമില്ല. ഹെൽപ്പ് ബേസ് ഫോം ആണ്. ബേസ് ഫോം പാസീവിലേക്ക് പോകുമ്പോൾ ബി പ്ലസ് V3 ആകും. അങ്ങനെ നമ്മൾ ബി ചേർത്ത് അതിൻ്റെ V3 എഴുതും, ഹെൽപ്ഡ്. ഇനി ഓബ്ജക്റ്റിൻ്റെ പകരക്കാരനെ കൊടുത്താൽ എല്ലാം കഴിഞ്ഞു. ഹെറിന് പകരം തിരിച്ച് സബ്ജക്റ്റ് കൊണ്ടുവരും. യു ഓബ്ജക്റ്റായി മാറുകയാണ്. യു ഓബ്ജക്റ്റായി മാറിയാലും ഒന്നും സംഭവിക്കാനില്ല. അത് യു ആയി തന്നെ നിൽക്കും. നമ്മളത് ബൈ ചേർത്ത് യു ആക്കി എഴുതാം. അങ്ങനെ ആൻസർ കിട്ടും. ഷീ ought to be helped by you. അപ്പോൾ മൊഡാൽ ഓക്സിലറിയും ബേസ് ഫോമും വരുന്ന ഒരു സെൻറ്റൻസ് കിട്ടിയാൽ അതിനെ എങ്ങനെ പാസീവ് ആക്കണം എന്നുള്ളതാണ് പഠിച്ചത്. അപ്പോൾ ഇവിടുത്തെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ. നമ്മൾക്ക് ഇവിടെ പ്രധാനമായിട്ടും അറിയേണ്ടത് മൊഡാൽ ഓക്സിലറീസ് 13 പേരെ കുറിച്ച് അറിയണം. പിന്നെ സബ്ജക്റ്റീവ് പ്രൊനൗണും ഒബ്ജക്റ്റീവ് പ്രൊനൗണും അറിയണം. ഈ 2 കാര്യങ്ങൾ അറിയണം. അതോടൊപ്പം പിന്നെ മൊഡാൽ ഓക്സിലറിയും ബേസ് ഫോമും വരുമ്പോൾ ആ ബേസ് ഫോമിനെ ബി ചേർത്ത് V3 ആക്കി എഴുതണം എന്നും ഓർക്കണം. ഇത്രയുള്ള 3 കുഞ്ഞു കാര്യങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ ഈ ഒരു ടൈപ്പിൽ നിന്നും ഒരു മാർക്ക് നേടിയെടുക്കാം. നന്നായി പഠിക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.